നമസ്കാരം. ഡ്രൈവർ മേയർ തർക്കക്കേസിൽ നിർണായക തെളിവായ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ വ്യക്തത വരുത്തുവാൻ കഴിയാതെ കേരള പോലീസ് KSRTC ബസ്സിലെ ഡ്രൈവർ യദുവിനെയും കണ്ടക്ടർ സുബിനെയും സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെയും ഒക്കെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. 3 പേരെയും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു. ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിപ്പിക്കുകയാണ്. 3 പേരുടെയും മൊഴികളിലെ വൈരുദ്ധ്യം പരിശോധിക്കുവാനാണ് ഇപ്പോൾ ഇവരെ ഒന്നിച്ചിരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് എത്തുന്നത്. സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ചാണ് ബസ്സിൽ സംഘർഷമുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്നും ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോകുന്നു. ഇതോടെ ബസ്സിൻ്റെ ചുമതല എല്ലാ അർത്ഥത്തിലും കണ്ടക്ടർക്കായി ആകുന്നു. ബസ്സിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നതുകൊണ്ട് തന്നെ ആ മെമ്മറി കാർഡ് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അടക്കം കണ്ടക്ടർക്കാണ്. പ്രശ്നം സ്റ്റേഷനിലും അറിയുന്നു. അതിനുശേഷം ഇതിലെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ CCTVയുടെ പ്രാധാന്യം സ്റ്റേഷൻ മാസ്റ്ററും ഉൾക്കൊള്ളേണ്ടതുണ്ട്. ബസ്സിൽ നിന്നും ആ മെമ്മറി കാർഡ് വാങ്ങി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഉണ്ടായിരുന്നു. ഇത് രണ്ടും നിർവഹിക്കപ്പെട്ടില്ല. ഈ സാഹചര്യത്തിലാണ് മൂവരും സംശയത്തിൻ്റെ നിഴലിലാകുന്നത്. കണ്ടക്ടർ സുബിൻ തർക്കത്തിന് ശേഷം ബസ്സിലെ CCTV ക്യാമറ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് പോലും. എന്നാൽ മെമ്മറി കാർഡ് കാണാതായതിൽ തനിക്ക് പങ്കില്ല എന്ന് സുബിൻ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കുകയും ചെയ്തു. CCTVയുടെ മോണിറ്റർ നോക്കുകയാണ് ചെയ്തത് എന്നാണ് മൊഴി. സംഭവം നടന്ന ദിവസം രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവ് ആണെന്നും അതിനാലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് എന്നും പോലീസും പറയുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹവും ഈ മെമ്മറി കാർഡ് നഷ്ടമായ കേസിൽ തനിക്ക് യാതൊരു വിവരവുമില്ല എന്നുള്ള മൊഴിയാണ് നൽകിയത്. യദുവും മെമ്മറി കാർഡ് നഷ്ടമായതിൽ തൻ്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ മെമ്മറി കാർഡിന് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പ്രാഥമികമായി ഉറപ്പിക്കേണ്ട ചുമതല ഇവരുടേതായിരുന്നു. മെമ്മറി കാർഡിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടവർ അത് പക്ഷേ ഉണ്ടായില്ല എന്നുള്ളതാണ്. സാങ്കേതികമായി ഇതൊരു ഗുരുതര വീഴ്ചയാണ് എന്ന് പറയേണ്ടി വരും. ഡ്രൈവർ യദു പിന്നീടും ബസ്സിൻ്റെ അടുത്തെത്തിയിരുന്നു. അതുകൊണ്ട് യദുവിനെയും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. യദു ബസ്സിന് അടുത്തെത്തുന്നതിന് മുൻപ് തന്നെ ആ മെമ്മറി കാർഡ് വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത. ഏതായാലും ഈ കേസ് തേഞ്ഞുമാഞ്ഞു പോകാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലുള്ളത്. ഈ മോഷണം യദുവിൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് പോലീസിൻ്റെ ശ്രമം നടത്തുന്നതും. കണ്ടക്ടറും സ്റ്റേഷൻ മാസ്റ്ററും ഔദ്യോഗിക കുറ്റനിർവഹണത്തിൽ വരുത്തിയ വീഴ്ച ആരും ഗൗരവത്തിൽ എടുക്കുന്നുമില്ല. അതിനിടെ ലാൽ സജീവിനെ കഴിഞ്ഞ ദിവസം രാവിലെ മുന്നറിയിപ്പില്ലാതെ വീട്ടിൽ വന്ന 10ഓളം പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി എന്ന് ആരോപിച്ചുകൊണ്ട് ഭാര്യ ബിന്ദു രംഗത്ത് വരികയും ചെയ്തു. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വസ്ത്രം മാറാൻ പോലും അനുവദിച്ചില്ല എന്നും മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യാനാണ് കൊണ്ടുപോകുന്നത് എന്നുമൊക്കെ പോലീസ് പറഞ്ഞതായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറയുന്നത്. ഹൃദ്രോഗിയായിട്ടുള്ള ലാൽ സജീവ് ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനായിട്ടുള്ള വ്യക്തിയാണ് എന്നും ഇദ്ദേഹത്തിന് വേറെയും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നും ഭർത്താവിനെ കേസിൽപ്പെടുത്തുവാനുള്ള പോലീസിൻ്റെ ശ്രമം നടക്കുകയാണ് എന്ന് ബന്ധു ആരോപിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾക്ക് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കം മറ്റൊരു ദിശയിലേക്ക് പോകുന്നത്. മിക്കവാറും ഇത് കൃത്യവിലോപത്തിൽ അല്ലെങ്കിൽ കൃത്യനിർവഹണത്തിൻ്റെ തടസ്സപ്പെടുത്തി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ മുഴുവൻ ഒരു 200 രൂപയുടെ പെറ്റിയിൽ ഒതുങ്ങുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ കുറ്റം ചെയ്തവർ വളരെ കൃത്യമായി രക്ഷപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഡ്രൈവറും മേയറും MLAയും ഒക്കെ അടങ്ങുന്ന ഈ കേസ് ചിലപ്പോൾ പാവപ്പെട്ട ഡ്രൈവർ യദുവിൻ്റെ തലയിലേക്ക് തന്നെ വന്ന് വീഴുമായിരിക്കും. എല്ലാ കുറ്റങ്ങളും അദ്ദേഹത്തിന് മുകളിൽ ചാർത്തി പോലീസ് കൈകഴുകുകയും ചെയ്യും. മേയറും MLAയും ഒക്കെ വളരെ കൃത്യമായി രക്ഷപ്പെടുകയും ചെയ്യും. ഈ കേസും വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കത്തിലൂടെ, വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനത്തിലൂടെ, വളരെ കൃത്യമായി ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രൈവർക്ക് പണി കിട്ടുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അവസാനം വഴിയിലാകാൻ പോകുന്നത്, ഗതിയില്ലാതാകാൻ പോകുന്നത് ഡ്രൈവർ യദു മാത്രമായിരിക്കും.